ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റ് 25,000 എന്ന് പറഞ്ഞ റേഞ്ചിന് മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. എളുപ്പത്തിൽ പറ്റിയ കാര്യമായിരുന്നില്ല. പല സമയത്തും 25,000 എത്തുന്ന സമയത്ത് താഴെ വരും, വീണ്ടും മുകളിലേക്ക് ബുദ്ധിമുട്ടിപ്പോകും, വീണ്ടും താഴെ വരും എന്നുള്ള അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് പോസിറ്റീവായി തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് നാടകീയമായിട്ടുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ക്ലോസിന് ശേഷം സംഭവിച്ചു. ട്രംപിന് യൂറോപ്യൻ യൂണിയനെതിരെ 50% താരിഫ് വീണ്ടും പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അത് പ്രകാരം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ് സീവിയറായിട്ട് സെൽ ഓഫ് ചെയ്തു. പിന്നീട് ആ ഒരു താരിഫ് ഹൈക്ക് മേൽ ട്രംപിൻ്റെ പുതിയ ഭീഷണിയിൽ എക്സ്റ്റൻഷൻ കൊടുത്തതിനെ തുടർന്ന് ഇന്ന് ഏർലി മോർണിംഗ് തന്നെ ഫ്യൂച്ചർ പോസിറ്റീവായിരുന്നു. ഏർലി മോർണിംഗ് തന്നെ യൂറോപ്യൻ ഫ്യൂച്ചറും പോസിറ്റീവായിരുന്നു നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഓൾറെഡി തന്നെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. അൺയൂഷ്വലായ രീതിയിൽ ഈ ഒരു വികാസങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുകൂടിയും ഇന്ത്യ വിക്സ് ഏകദേശം ഒരു 4% ഒരു സ്പൈക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് സ്റ്റിൽ പോസിറ്റീവ് തന്നെയായിട്ട് നിലകൊള്ളുന്നുണ്ട്. എങ്കിൽ കൂടി രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ട്രംപ് എന്ന് പറയുന്ന ഒരു ആളിൻ്റെ US പ്രസിഡൻ്റ് ആയിരിക്കാം, എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് പോലും ഗ്ലോബൽ മാർക്കറ്റിനെ എത്ര ശക്തമായിട്ടാണ് സ്വാധീനം ചെലുത്തുന്നത്. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു പൊസിഷനും ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാർക്കറ്റ് മാറി എന്നുള്ളതാണ്. ഈ ഒരു കാലയളവിൽ ഇന്ത്യൻ മാർക്കറ്റ് മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊസിഷണൽ ഓപ്ഷൻ ട്രേഡേഴ്സിനെല്ലാം തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അങ്ങനെ വീണ്ടും ഓൾ ടൈം ഹൈയിലേക്ക് ഒരു 1300 പോയിന്റ് മാത്രം അകലെ നിഫ്റ്റി നിൽക്കുന്നു. നിഫ്റ്റി അങ്ങനെ 25,001 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലാണ് ഇന്ന് ക്ലോസ് നടത്തിയത്. സെൻസെക്സ് ആവട്ടെ 455 പോയിന്റിൻ്റെ ഗെയിൻ രേഖപ്പെടുത്തി 82,172 സെൻസെക്സ് ക്ലോസ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ മിഡ് ക്യാപ്പും എല്ലാം തന്നെ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് നടത്തി 379 പോയിൻ്റാണ്. JSW സ്റ്റീലെല്ലാം തന്നെ 3% റാലി. ഈ BPCL-ആയിട്ടുള്ള ലിക്വിഡിഫിക്കേഷൻ കേസ് സുപ്രീം കോടതി സ്റ്റേറ്റ് ക്യൂ ഓർഡർ കൊടുത്തതിനെ തുടർന്നാണ് JSW സ്റ്റീൽ റീബൗണ്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ ജില്ലറ്റ് ഇന്ത്യ Q4 റിസൾട്ട് ഫലത്തിന് ശേഷമെല്ലാം തന്നെ 12% റാലി കണ്ടു. ഫാർമ കമ്പനിയായിട്ടുള്ള ഡിവിസ് ലാബ് 4% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ സപ്ലൈ ചെയിൻ ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിട്ട് പുതിയ സപ്ലൈ ചെയിൻ എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്തതിനെ തുടർന്നാണ്. നൈബ് കമ്പനി 5% റാലി രേഖപ്പെടുത്തി 150 കോടി രൂപയുടെ ഓർഡർ ഇസ്രായേൽ ബേസ്ഡ് ആയിട്ടുള്ള ഡിഫൻസ് ടെക്നോളജി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. അതുപോലെ പേടിഎം കമ്പനിയും ഇന്ന് പോസിറ്റീവ്ലി റിയാക്ട് ചെയ്യാൻ സാധിച്ചു. 5,717 കോടി രൂപയുടെ GST ഡിമാൻഡ് നോട്ടീസ് സുപ്രീം കോർട്ട് അവർക്ക് സ്റ്റേ കൊടുത്തു എന്നുള്ളതാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്നത്തെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ സാധിക്കുന്നത്. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 2 യൂറോപ്യൻ മാർക്കറ്റാണ് കാണാം. CAC 40 ഫ്രാൻസാണ്, ഡാക്സ് ജർമ്മൻ മാർക്കറ്റാണ്, പോസിറ്റീവാണ്. അതിന് മുകളിലുള്ളത് ഇന്ത്യ വിക്സ് ആണ്. 18ലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ത്യ വിക്സ്. ഡോ ഫ്യൂച്ചർ 443 പോയിന്റിൻ്റെ റാലിയും. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവിൽ ട്രേഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ നോക്കുകയാണെങ്കിൽ 2,400 പോയിന്റ് ഇന്ന് സ്പൈക്ക് ചെയ്തു. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $27 സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇതാണ് ഗ്ലോബൽ ന്യൂസ്. ഇനി നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ലെവലാണ് 25,000. ആ 25,000 റെഡ് കളറ് കാണുന്നുണ്ട്. അതായത് 25,000 എന്ന് പറയുന്ന റേഞ്ച് മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യും. ഇത് റീഡ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് റെഡിന് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? റെഡ് സൂചിപ്പിക്കുന്നത് തൊട്ട് താഴെയുണ്ട് കോൾ OA എന്ന് കാണാം. കോൾ റൈറ്റ് ചെയ്ത ആളുകളുടെ എണ്ണമാണ് സൂചിപ്പിക്കുന്നത്. കോൾ റൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബെയറിഷാണ്. ഓപ്ഷൻ റൈറ്റേഴ്സ് കോൾ റൈറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മാർക്കറ്റ് താഴെ വീഴും, അതല്ലെങ്കിൽ അതാണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ. അതുപോലെ തന്നെ പുട്ട് OA നോക്കുകയാണെങ്കിൽ 24,400 എന്ന റേഞ്ചുകളും 24,500 എന്ന റേഞ്ചുകളൊക്കെയാണ് മേജർ. 24,500 മേജർ സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നത്. 24,500 സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നത് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
24,500 ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് കാണാൻ സാധിക്കും. അതാണ് പുട്ട് ഓയിൽ. അപ്പോൾ പുട്ട് റൈറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ റൈറ്റർ പുട്ട് റൈറ്റ് ചെയ്യുന്നത് ബുള്ളിഷ് ആയിട്ടുള്ള വ്യൂ ആണ്, അതല്ലെങ്കിൽ അതിൽ താഴെ ഇടിയില്ല എന്നുള്ള പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് റീഡ് ചെയ്യേണ്ട വിധം ഇതാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇനി ഇൻഡെപ്ത് പോകുകയാണെങ്കിൽ അതിൻ്റെ PSCRും അതിൻ്റെ കോൾ ഷോർട്ട് കവറിങ്ങും അൺവൈൻഡിങ്ങും എല്ലാം തന്നെ വിശദമായിട്ടും മറ്റുള്ള അവസരത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഓപ്ഷനെ സംബന്ധിച്ച് ഇപ്പോൾ ഇത് ഡിഫിക്കൽട്ട് ആകുന്നത് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് ഇൻവോൾവഡ് ആണ്. ഇത് കൃത്യമായിട്ട് തന്നെ പഠനവിധേയമാക്കേണ്ട വിഷയം തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാം. കാരണം അതായത് ഇന്നലെ ആയിരുന്നു നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് കൊച്ചിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ട് നെക്സ്റ്റ് മന്ത് മിഡിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഓൺലൈനായിട്ട് അതുവരെ ജോയിൻ ചെയ്യാം. ഇനി അതല്ല, കൊച്ചിയിൽ വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെയും പഠിക്കാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താം. ഇനി റെയിൻബോ ചിൽഡ്രൻ ഹെൽത്ത് കെയർ കമ്പനി സ്റ്റോക്ക് ന്യൂസാണ്, പൈസ റെക്കമെൻഡേഷൻ അല്ല. ഇവരുടെ റവന്യൂ ഗ്രോത്ത് എല്ലാം തന്നെ 18% ഇവർ ഫോർകാസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ന്യൂസ്. സുന്ദരം ഫിനാൻസ് കമ്പനി റവന്യൂ 5% ഉയർന്നു. കഴിഞ്ഞ ഡിവിഡൻഡ് 21 രൂപ കമ്പനി പ്രഖ്യാപിച്ചു. ഇൻഫിബീം കമ്പനി പ്രോഫിറ്റ് 20% ഉയർന്ന 55 കോടി രൂപ കരസ്ഥമാക്കി. ഓർക്കിഡ് ഫാർമ 33 കോടി രൂപയിൽ നിന്ന് 27 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ലൂമാക്സ് ഇൻഡസ്ട്രീസ് കമ്പനി 36 കോടി രൂപയിൽ നിന്ന് 44 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി 35 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ കമ്പനീസ് 79 കോടി രൂപ ലോസിൽ നിന്ന് 70 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. വീനസ് പൈപ്പ് കമ്പനി ഇവർ 224 കോടി രൂപയിൽ നിന്ന് 260 കോടി രൂപ പ്രോഫിറ്റ് കരസ്ഥമാക്കി. ഷാലിമാർ പെയിൻറ്റ് 26 കോടി രൂപ ലോസ് കുറച്ചുകൊണ്ട് വന്നു, ഇത്തവണ 9 കോടി രൂപ ലോസ്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ എല്ലാം തന്നെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ജില്ലറ്റ് ഇന്ത്യ കമ്പനി 99 കോടി രൂപയിൽ നിന്ന് 159 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കമ്പനി 47 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സാക്സ് സോഫ്റ്റ് കമ്പനി 23 കോടി രൂപയിൽ നിന്ന് 30 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കമ്പനി 13% റാലി ഇന്ന് കണ്ടു. ഗോൾഡിയൻ ഇൻ്റർനാഷണൽ കമ്പനി 17 കോടി രൂപയിൽ നിന്ന് 23 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. കമ്പനി 1 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഇൻഫിബീൻ അവന്യൂ കമ്പനി 46 കോടി രൂപയിൽ നിന്ന് 49 പ്രോഫിറ്റ് ഉയർത്തി. റൈറ്റ് ഗെയിൻ ട്രാവൽ കമ്പനി 50 കോടി രൂപയിൽ നിന്ന് 54 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. പട്ടേൽ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ ഇറിഗേഷൻ പ്രൊജക്റ്റ് കമ്പനിക്ക് 95 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. ഇനിയിപ്പോൾ നമുക്ക് ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ ന്യൂസുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. റിസൾട്ട് കാലഘട്ടം അങ്ങനെ ഈ തവണത്തെ Q4 ഏറെക്കുറെ പരിസമാപ്തി ആയിട്ടുണ്ട്. ഇനിയുണ്ട് കുറച്ച് കമ്പനീസിൻ്റെ എല്ലാം തന്നെ, അത് നമ്മൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു Q4 മലവെള്ളപ്പാച്ചിൽ നിന്നു എന്ന് വേണം പറയാൻ. ഇനി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കമ്പനിയുടെ റിസൾട്ടുകൾ, എന്നാൽ മിഡ് ക്യാപ്പ് കമ്പനീസിൻ്റെ ഒരുപാട് റിസൾട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.